ഹായ്, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ബഞ്ഞാലുക്ക എന്ന് പറഞ്ഞ സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബഞ്ചാലുക്കയിലാണ്. എൻ്റെ ഒപ്പം നിൽക്കുന്നത് അലോക്, വയനാട്ടിൽ നിന്നാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കുറച്ച് എക്സ്പീരിയൻസ്, അതായത് നാട്ടിൽ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കാണിച്ചു തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ റിയൽ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് കാണാം. ഹായ് അലോക്. ഹലോ, ഹൗ ആർ യു? ഗുഡ്. സോ അലോക് കഴിഞ്ഞ കൊല്ലം ഡി വേൾഡ് ത്രൂ നമ്മുടെ ഓഫീസിൽ പോലും വരാതെ അഡ്മിഷൻ എടുത്ത് നമ്മൾ ബഞ്ഞാലുക്കയിലാണ് ആദ്യം നേരിട്ട് കാണുന്നത്, അല്ലേ? നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആദ്യം തോന്നിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ? ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഓക്കെ. പിന്നെ വന്ന സമയത്ത് അത്യാവശ്യം കോൾഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്റർവ്യൂ കഴിയുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു സമയത്താണ് നിങ്ങളോട് എത്തിയത്. ഓക്കെ. പിന്നെ പറയാനായിട്ടുണ്ടെങ്കിൽ കൺസൾട്ടൻസിയിൽ നിന്ന് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ഞങ്ങൾ സരൈവോ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് അപ്പോൾ തന്നെ കൺസൾട്ടൻസീൻ്റെ കുറച്ച് സീനിയർ സ്റ്റുഡൻസ് വന്നു. അവർ ഞങ്ങൾ പിക്കപ്പ് ചെയ്തു. അപ്പോൾ തന്നെ കാറിലാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് എത്തുകയും നല്ല ഫുഡൊക്കെ കഴിച്ച്. ഓക്കെ. ഡി വേൾഡിൻ്റെ തന്നെ അറേഞ്ച് ചെയ്ത അക്കോമഡേഷൻ ഫെസിലിറ്റിയാണ് ഇപ്പോഴും താമസിക്കണേ, അതെ അല്ലേ? ഞാൻ എപ്പോഴും പറയും, ഒരു സ്റ്റുഡൻറ്റ് MBBS ചൂസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി മാത്രം ചൂസ് ചെയ്താൽ പോരാ അടിപൊളിയായിട്ട്. ആ കുട്ടിയുടെ അക്കോമഡേഷനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ കുട്ടിയുടെ ആ ഒരു എഡ്യൂക്കേഷൻ ജേണിയിൽ. ഞാൻ എന്തായാലും കുറച്ച് എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കാം. ഈ യൂണിവേഴ്സിറ്റി ഒക്കെ മൊത്തത്തിൽ കണ്ടോ? കാരണം ഇത് ഭയങ്കര വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു വലിയൊരു ക്യാമ്പസിലാണ്. ആക്ച്വലി ഇതൊരു വലിയൊരു ക്യാമ്പസാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് ഏകദേശം 16ഓളം ഫാക്കൽറ്റീസ് ഉണ്ട്. മെഡിക്കൽ ഫാക്കൽറ്റി മാത്രമല്ല, മെഡിക്കൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ 3000 വരുന്ന റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവിടുത്തെ മെഡിക്കൽ ഫാക്കൽറ്റിക്കുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് അക്രിഡേഷൻസും ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി മൊത്തം നിങ്ങൾ കണ്ടിരുന്നോ? നടന്ന് കാണാൻ അത്യാവശ്യമുണ്ട്. കാരണം ഞാൻ ഇതുവരെ ഈ യൂണിവേഴ്സിറ്റി മൊത്തം നടന്ന് കണ്ടിട്ടില്ല. കാരണം അത്രയും വലിയൊരു ക്യാമ്പസാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 30 ഏക്കേഴ്സിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പല ഫാക്കൽറ്റീസിന് വേണ്ടി പല അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് ആണ്. സോ മെഡിക്കൽ ഫാക്കൽറ്റി എന്ന് പറയുന്നതും ഈ യൂണിവേഴ്സിറ്റി ഉള്ളിൽ തന്നെയാണ്. ഇവരുടെ ക്ലിനിക്കൽ എക്സ്പോഷർ നടക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബഞ്ഞാലുക്കയ്ക്ക് അവരുടേതായ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്. അതൊരു നാഷണൽ ഹോസ്പിറ്റലാണ്. ഈ ഒരു രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് അവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് നടത്തുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ചും നിങ്ങളുടെ പ്രൊഫസേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷനെ കുറിച്ചും നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി ഞങ്ങളെ അസിസ്റ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ എന്താണ്? പ്രൊഫസേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി അവിടെ. നമ്മുടെ നാട്ടിലത്തെ പ്രൊഫസേഴ്സിൻ്റെ പോലെ ഒരു ഇമേജ് അല്ല ഇവിടെ എല്ലാ സ്റ്റുഡൻസും പറയണത്. പ്രൊഫസേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. അതേപോലെ അവർക്കൊരു എക്സാം പാസ്സാവാൻ വേണ്ടി 10 ചാൻസ് ഉണ്ട്. അതായത് ഒരു പെനാൽറ്റിയും പേ ചെയ്യാതെ മിനിമം ഒരു ഇയറിലത്തെ എക്സാം പാസ് ചെയ്യാൻ വേണ്ടി 10 ചാൻസസ് ഉണ്ട്. സോ പാരൻസും സ്റ്റുഡൻസും MBBS ആണ്, പഠിക്കാൻ അത്യാവശ്യം ടഫ് ഉണ്ടെങ്കിൽ പോലും പ്രൊഫസേഴ്സും ടീച്ചേഴ്സും അവർ അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാൻസുകൾ കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടി ചില ക്ലാസ്സുകൾ അവർക്ക് 5ഉം 6ഉം സ്റ്റുഡൻസിന് വെച്ചിട്ടാണ് അവർ ക്ലാസ്സുകൾ നടത്തുന്നത്. സോ സിറ്റിനെ കുറിച്ച് ഞാൻ ഈ സിറ്റിയിൽ മുമ്പും വന്നിട്ടുണ്ട്, ഇടയ്ക്ക് വരാറുള്ള സിറ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിറ്റിയാണ്. കാരണം ഒരുപാട് കൾച്ചർ ഇവൻറ്റ്സുകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സിറ്റിയാണ്. സിറ്റിയിലൊക്കെ പോയി കാണാറുണ്ടോ? നടക്കാറൊക്കെ ഉണ്ടോ? കാണാറുണ്ട്. സിറ്റി സെൻറ്ററൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോപ്പിംഗ് മാൾസും. അതേപോലെ ആ ലോക്കിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അവൈലബിലിറ്റീസിനെ കുറിച്ച് എന്താണ്? ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സൺഡേ ആണെങ്കിലും എവറി ഡേ ഏതെങ്കിലും ഒന്നെങ്കിലും വർക്കിംഗ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണ സാധനങ്ങൾ പോയിട്ട് അപ്പോൾ തന്നെ വാങ്ങാം. ഓക്കെ. ഇവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരുപാട് EU കൺട്രീസ് ഉണ്ട്, ഒരുപാട് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ഉണ്ട്. സ്റ്റുഡൻസ് MBBS ചൂസ് ചെയ്യുമ്പോൾ ഫീസ് കുറവും അതേപോലെ തന്നെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസൊക്കെ ചൂസ് ചെയ്ത് പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ബഞ്ഞാലുക്ക ഇവിടുത്തെ ട്യൂഷൻ ഫീസ് 4,50,000 രൂപയാണ്. ഇതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഇതിൻ്റെ അക്രിഡിയേഷൻസിനെ കുറിച്ച് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നിങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡീനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അക്രിഡിയേഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്ര അറിയാം? അതായത് ഇവിടെ പഠിക്കുന്നവർക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ജർമ്മനിയിലും അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതിയാൽ അത് പാസ്സായാൽ ജർമ്മനി പഠിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് തന്നെ കാനഡയിൽ പഠിക്കാനുള്ളൊരു
ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പഠിക്കുമ്പോൾ ഇതൊരു ഇറാസ്മസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരുപാട് ഇൻറ്റേൺഷിപ്പ് പോസിബിലിറ്റീസ് യൂറോപ്പിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു അക്രിഡിയേഷനാണ് എനാബിൻ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ അക്രിഡിയേഷനാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ജർമ്മനിയിൽ ഒരു മെഡിക്കൽ കൗൺസിൽ എക്സാം ഇല്ലാതെ അവർക്കൊരു മെഡിക്കൽ നോളജ് എക്സാം ജർമ്മനിയിൽ പാസ്സാവുകയാണെങ്കിൽ അവർക്ക് ഇൻറ്റേൺഷിപ്പോടുകൂടി വർക്ക് ചെയ്യാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ ഫെയ്മർ എന്ന് പറയുന്ന അക്രിഡിയേഷൻ ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. സോ എല്ലാ പാരൻസും ഒരു കുട്ടീനെ MBBS പഠിക്കാൻ പുറത്തോട്ട് വിടുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും നോട്ട് ചെയ്യണം. ഒന്ന്, അതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണോ. 2, ട്യൂഷൻ ഫീസ് അഫോർഡബിൾ ആണോ. 3, WFME അതേപോലെ എനാബിൻ ഈ പറയുന്ന അക്രിഡിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യുക. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒത്തുവരുമ്പോൾ നിങ്ങൾ വളരെ കുറവിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല ഡിഗ്രീസൊക്കെ പഠിക്കാം. അതേപോലെ ഒരു കുട്ടിയുടെ ഒരു ലിവിങ് എക്സ്പെൻസ് എല്ലാ പാരൻസിനൊക്കെ വലിയ കൺസേൺ ആണ്. അലോക്കിന് എത്ര രൂപയുടെ ലിവിങ് എക്സ്പെൻസ് വരുന്നുണ്ട്? മോസ്റ്റ്ലി 10,000 to 12,000. ഫുഡിൻ്റെ എല്ലാ എക്സ്പെൻസും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോകാം. കാരണം അലോക് അത്യാവശ്യം ജിമ്മിലൊക്കെ പോണ സ്റ്റുഡൻ്റാണ്. കാരണം ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു യൂണിവേഴ്സിറ്റി ജിം ഉണ്ടോന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജിമ്മൊക്കെ ഉണ്ട്, ഇവിടെ നമുക്ക് സ്പോർട്സിൻ്റെ ഫാക്കൽറ്റീസ് ഉണ്ട്, ഇവിടെ ജിമ്മുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ക്യാമ്പസിൻ്റെ ഒരു ടൂറിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ക്യാമ്പസ് എത്ര വലുതാണെന്ന്. സോ ജിമ്മിനൊക്കെ പോകുന്നുണ്ടോ? ഡെയിലി പോകും. അത്യാവശ്യം നല്ല ബോസ്നിയൻ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. സോ ബോസ്നിയൻ ലാംഗ്വേജ് ഒക്കെ നിങ്ങളുടെ സിലബസിലും ഉണ്ട്. അതുകൂടാണ്ട് ലോക്കൽസുമായിട്ട് സംസാരിച്ചിട്ട് അത്യാവശ്യം പഠിക്കുന്നുണ്ട്. എന്തായാലും പഠിക്കുക. നിങ്ങളുടെ സിലബസിലുള്ളതുകൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും അതേപോലെ പറയാനും നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷറിൽ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് യൂറോപ്പിലൊരു 3-4 കൺട്രീസിലൊക്കെ സംസാരിക്കുന്ന ലാംഗ്വേജാണ്. ഇവിടെ നിന്ന് പഠിച്ചാലും ആ കൺട്രീസിൽ വർക്ക് ചെയ്യാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇന്ത്യയിൽ MBBS ചൂസ് ചെയ്യുന്ന കുട്ടികളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട വെർത്ത് നിങ്ങൾക്ക് അവിടെ ഇല്ല. അതിന് പകരം നിങ്ങളൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി EU കാൻഡിഡേറ്റ് കൺട്രി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതേപോലെ എനാബിൻ, WFME ഇതേപോലെയുള്ള ഒരുപാട് അക്രഡിറ്റേഷൻസുള്ള ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. സോ ബോസ്നിയനെ കുറിച്ച് അല്ലെങ്കിൽ MBBS ബോസ്നിയയിൽ പഠിക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് DWorldനെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, വരാൻ പോകുന്ന സ്റ്റുഡൻസിനോടും MBBS ബോസ്നിയ ചൂസ് ചെയ്യുന്ന പാരൻസിനോടൊക്കെ എന്താണ് ആ ലോക്കിന് റിയലി പറയാനുള്ളത്? നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ MBBS പഠിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. കാരണം നാട്ടിലെ ഫെസിലിറ്റീസും ഇവിടുത്തെ ഫെസിലിറ്റീസും കമ്പാരിറ്റീവ്ലി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് നല്ലോണം കേൾക്കുക, നല്ലോണം പഠിപ്പിക്കും. ഓക്കെ. അതേപോലെ നല്ലൊരു നാട്ടിൽ കിട്ടാത്ത വേറൊരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ. ഒരു യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങൾ ലൈഫിലുണ്ട്. അതായത് നിങ്ങൾ യൂറോപ്പിൽ പാലിക്കേണ്ട ഒരുപാട് മാനേഴ്സ്, അതേപോലെ ആ ഒരു ഡ്രസ്സിങ് സെൻസ്, ഇതൊക്കെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പുറത്ത് പഠിക്കുമ്പോൾ കിട്ടും. സോ എന്തായാലും MBBS ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ചൂസ് വൈസ്ലി.